ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. അതിനുശേഷം നല്ല വൊളാറ്റിലിറ്റി ഇന്ന് മാർക്കറ്റിലുണ്ടാവാം. ഇന്ന് ബഡ്ജറ്റിന് മുന്നുള്ള വീക്കിലി F&O കോൺട്രാക്റ്റ് ഇന്ന് എക്സ്പയർ ചെയ്യാവുകയാണ്. അതോടൊപ്പം തന്നെ ബഡ്ജറ്റിന് മുമ്പുള്ള മന്ത്, അതായത് ജനുവരി F&O കോൺട്രാക്റ്റും ഇന്ന് എൻഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല വൊളാറ്റിലിറ്റി നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അതോടൊപ്പം തന്നെ US ഫെഡ് അവരുടെ റേറ്റ് ഡിസിഷൻ അനൗൺസ് ചെയ്തിരുന്നു. റേറ്റ്സ് അൺചേഞ്ച്ഡ് ആണ്. 4.25%, 4.5% നിലനിർത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ 3 കമ്പനികളുടെ റിസൾട്ട് ഇന്നലെ അനൗൺസ് ചെയ്തിരുന്നു. റിസൾട്ടുകളെല്ലാം തന്നെ ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. എന്നിരുന്നാലും ആഫ്റ്റർ അവേഴ്സിൽ ടെസ്ലയും അതുപോലെ തന്നെ മെറ്റയൊക്കെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. IBMൻ്റെ Q4 റിസൾട്ട് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. IBM ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ചൈനയിൽ ഇന്ന് ഓപ്പൺ ആയിട്ടുള്ള 2 മാർക്കറ്റുകൾ, സിംഗപ്പൂരും ജപ്പാനും ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ്. മറ്റെല്ലാ മാർക്കറ്റുകൾക്കും അവധിയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ ഇന്നലെ നോക്കുകയാണെങ്കിൽ നല്ലൊരു റിബൗണ്ടാണ് നമ്മൾ കണ്ടത്. ഒപ്പം കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് തന്നെയാണ്. ഗോൾഡ് $2,796 പെർ ഔൺസ് ആണ് ഏപ്രിൽ ഫ്യൂച്ചേഴ്സ്. പക്ഷേ സിൽവർ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സിൽവറും അലുമിനിയം ഒക്കെ മറ്റ് കമോഡിറ്റികൾ സ്ലൈറ്റ്ലി വീക്കാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശനിയാഴ്ചയിലത്തെ യൂണിയൻ ബഡ്ജറ്റ് തന്നെയാണ് എല്ലാവരുടെയും മേജറായിട്ടുള്ളൊരു അറ്റൻഷൻ കൊടുക്കുന്ന ഇവൻറ്റ്. അതോടൊപ്പം തന്നെ Q3 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് മിക്സഡ് റിയാക്ഷനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകൾ ടാറ്റ മോട്ടോഴ്സ് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതേസമയം ബ്രിഗേഡ് എൻ്റർപ്രൈസസ്, ബജാജ് ഫിനാൻസ്, അരവിന്ദ് സ്മാർട്ട് സ്പേസസ് ഒക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതിൻ്റേതായ ഇമ്പാക്റ്റൊക്കെ ഈ സ്റ്റോക്കുകളിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്, അപ്പോളോ മൈക്രോസിസ്റ്റം തമ്മിലൊരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. ഈ 2 കമ്പനികളെ സംബന്ധിച്ചും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അണ്ടർ വാട്ടർ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ടൈപ്പാണ്. തീർച്ചയായിട്ടും അപ്പോളോ മൈക്രോസിസ്റ്റത്തിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. കാരണം റീസെൻ്റായിട്ട് ധാരാളം പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുള്ളൊരു കമ്പനിയാണ്. GRSC തീർച്ചയായിട്ടും ബഡ്ജറ്റിൽ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഷിപ്പിംഗ് സെക്ടറിന് ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ടാവുന്ന തന്നെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ GRSC, കൊച്ചിൻ ഷിപ്പ് യാർഡ്, മസഗൻ ഡോക്ക്, അതുപോലെ തന്നെ സ്വാൻ ഡിഫൻസ്, ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവാണ്. സ്വാൻ ഡിഫൻസ് റിലീസ് ചെയ്തിരിക്കുകയാണ്. വീക്കിലി സെറ്റിൽമെൻ്റ് ആണ്. അടുത്ത തിങ്കളാഴ്ചയാണ്, എല്ലാ തിങ്കളാഴ്ചയാണ് പീരിയോഡിക് കോൾ ഓപ്ഷനൊക്കെയാണ് ട്രേഡിംഗ് ഉണ്ടാവുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ട്രേഡിങ്ങിൽ അവൈലബിൾ ആവുന്ന ക്വാണ്ടിറ്റി കിട്ടുകയാണെങ്കിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ വാങ്ങുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പല ന്യൂസ് ഫ്ലോസും ഉണ്ട്. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധ ശനിയാഴ്ചയിലത്തെ യൂണിയൻ ബഡ്ജറ്റാണ്. യൂണിയൻ ബഡ്ജറ്റിന് ശേഷം നല്ലൊരു ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അതുവരെ മാർക്കറ്റ് ഒരു കോഷൻ അപ്ലൈ ചെയ്യുന്നത് നല്ല തന്നെയാണ്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. അതിനുശേഷം മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ബയാസിലുള്ള ഒരു മൂവ്മെൻറ്റ് കാണാനാണ് ചാൻസസ് കൂടുതൽ. ബഡ്ജറ്റിന് മുന്നോടിയായിട്ട് ധാരാളം എക്സ്പെക്റ്റേഷൻസൊക്കെ ഉണ്ട്. ഈ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിഫ്റ്റിയും സെൻസൊക്കെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തേക്കാം. നേരെ മറിച്ചൊരു ഡിസപ്പോയിൻറ്റിങ് ബഡ്ജറ്റാണ് വരുന്നതെങ്കിൽ ഒരു നെഗറ്റീവ് റിയാക്ഷനൊക്കെ നമുക്ക് ശനിയാഴ്ച കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.